തീർച്ചയായും ദിലീപിന്റെ പ്രതികരണത്തിന്റെ തുടക്കം തന്നെ ഈ സംഭവം നടന്നതിന് ശേഷം ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യമായി പറയുന്നത് മഞ്ജു വാര്യരാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് തനിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചില ആളുകൾ, ചില തൽപര കക്ഷികൾ, മാധ്യമങ്ങളും ചില ആളുകളും ചേർന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് ദിലീപിന്റെ പ്രതികരണം വരുന്നത്. ആ രൂപത്തിൽ തനിക്കെതിരെ കൃത്യമായി തന്നെ ചില ആളുകൾ ഗൂഢാലോചന നടത്തുകയും തന്നെ കൊടുക്കാൻ, തന്റെ ജീവിതം, കരിയർ ഉൾപ്പെടെ അവസാനിപ്പിക്കാൻ ചില തൽപര കക്ഷികൾ നടത്തിയ ഗൂഢാലോചന എന്നാണ് ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ആകത്തുക തനിക്കെതിരെ ചില ഗൂഢാലോചനയുണ്ടായി, ആ തരത്തിലാണ് താൻ പ്രതി ചേർക്കപ്പെട്ടത്, സത്യത്തിൽ ഞാൻ ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ദിലീപ് പറഞ്ഞത്. അതില് ചില കാര്യങ്ങൾ കൂടി, ഈ അങ്ങനെയുള്ള പ്രതിസന്ധികളിലും തനിക്കൊപ്പം കുറെ അധികം ആളുകൾ നിന്നിട്ടുണ്ട്, അവർക്കെല്ലാം നന്ദി പറയുകയും ചെയ്താണ് ദിലീപ് പുറത്തേക്ക് പോകുന്നത്. ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രദീപ് വരെയുള്ള A1 to A6 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കോടതി കടക്കുകയാണ്. ഇന്ന് ഇപ്പോൾ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുക മാത്രമാണ് ചെയ്തത്. 12-ാം തീയതി ഇനി അവരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാ വിധിയുമായി ബന്ധപ്പെട്ട വാദം നടക്കും. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കോടതി കേട്ട ശേഷമായിരിക്കും അക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനത്തിലെത്തുക. 12-ന് ആ വാദം കേൾക്കും. മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല എന്നുകൂടി ജഡ്ജ് ഹണിയം വർഗീസ് പറയുന്നുണ്ട്. എന്തായാലും അവർ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും ജാമ്യത്തിലായിരുന്നു, പുറത്തായിരുന്നു, ജയിലിന് പുറത്തായിരുന്നു. ഇന്നിപ്പോൾ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ, അവർക്കെതിരെ വസ്തുതാപരമായി ഈ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അവരെ കസ്റ്റഡിയിലെടുക്കുകയും ജയിലിലേക്ക് മാറ്റുകയാണ്. പോലീസിന്റെ ബസ് ഇപ്പോൾ കോടതി വളപ്പിലകത്തേക്ക് കയറിയിട്ടുണ്ട്. വലിയ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ കോടതിയുടെ വളപ്പിന് പുറത്തേക്ക്, ആ ഗേറ്റ് പൂട്ടി പുറത്തേക്കാക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പകർത്തുക. ഇത് ഈ പ്രതികളെ ജയിലിലേക്ക് അയച്ച ശേഷം ഇനി 12-ാം തീയതിയാണ് അവരുടെ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയിൽ വാദം കേൾക്കുകയും പ്രതികൾക്ക് പറയാനുള്ളത് കൂടി കോടതി കേട്ട ശേഷമായിരിക്കും അതിൽ അന്തിമമായി എത്ര വർഷം വരെയാണ് തടവ് അല്ലെങ്കിൽ മറ്റു ശിക്ഷാവിധികൾ ഉൾപ്പെടെ പുറപ്പെടുവിക്കുക. ബാക്കി A7 മുതൽ A10 വരെ, 7-ാം പ്രതി മുതൽ 10-ാം പ്രതി വരെ ഉള്ള ആളുകൾ, അതിൽ 8-ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ, ദിലീപിന്റെ സുഹൃത്ത് 10-ാം പ്രതി ശരത് ഉൾപ്പെടെയുള്ള ആളുകളെ കോടതി വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. ഈ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കുക അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുക. തുടരുക. ദിലീപ് നേരത്തെ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ഓഫീസിലെത്തിയപ്പോൾ പ്രതികരിച്ചിരുന്നു, അതിലേക്ക് കൂടെ ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി, കടപ്പാട് അറിയിക്കുന്നു. താങ്ക് യു.